ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കണവത്തോരൻ ഉണ്ടാക്കിയാലോ? ഇതിനാവശ്യമായിട്ടുള്ളത് ചിരകിയ തേങ്ങ ഒരു ചെറിയ കപ്പ്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് തേങ്ങാക്കൊത്തും, പിന്നെ കണവ അല്ലെങ്കിൽ കൂന്തൽ വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞതും. ആദ്യം തന്നെ നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചിരകിയ തേങ്ങയിട്ട് ഒരു നുള്ളു ജീരകവും ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയിട്ട് നന്നായി അരച്ചെടുക്കണം. തോരൻ്റെയൊക്കെ ആ പരുവത്തിന് ചതച്ചെടുത്താൽ മതി. ഇതിലിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചട്ടി അടുപ്പത്ത് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകിട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് 1-2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. മുളകൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കൂടി ചേർത്ത് ഇളക്കാം. ഈ സമയം നമുക്ക് തേങ്ങാക്കൊത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വരണ്ടു വരാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അരപ്പിൽ ഒട്ടും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് 1/2 സ്പൂൺ ഇടുന്നത്. അല്ലെങ്കിൽ ഒരു 1/4 സ്പൂണോളം ഇട്ടാൽ മതി. ഇപ്പം ഉള്ളിയെല്ലാം നന്നായി വരണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതലായി വേണ്ടവർക്ക് 1-1.5 സ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും മുളകും ചേർന്ന് നന്നായി വരണ്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ കൂടി ചേർത്ത് കൊടുക്കാം. കണവയിൽ നിന്ന് നന്നായി വെള്ളം ഊർന്നു വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വെള്ളം ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതില്ല. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. മൂടി തുറക്കുമ്പോൾ നമുക്ക് കാണാം നന്നായി വെള്ളം ഊർന്നു വന്നിരിക്കുന്നത് കാണാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പിട്ട ശേഷം നന്നായി ഇളക്കി ഒന്നുകൂടി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. കണവയ്ക്ക് ഒരു 10-15 മിനിറ്റുള്ള വേവേ ഉള്ളൂ. അതിൽ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയി ചവയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാകും. ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വരുമ്പോൾ ഇതിൻ്റെ എണ്ണ തെളിയാൻ തുടങ്ങും. ഈ സമയം നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് പൊത്തി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ആവി കയറ്റി വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് കാണാം. ഇപ്പം കണവ വെന്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. അധികം എരിവൊന്നും ഇല്ലാത്തതാണ്. കണവയ്ക്കകത്ത് കുരുമുളക് ചതച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.